കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായി ഇത്തവണ ദമ്പതികളും ഉണ്ടാകും. 17-ാം വാർഡ് പറമ്പൂരിൽ നിന്ന് പി മുഹമ്മദ് റാഫിയും 8-ാം വാർഡ് 19-ാം മൈലിൽ നിന്ന് ഭാര്യ ജസീന റാഫിയും UDF സ്ഥാനാർത്ഥികളായാണ് മത്സരിച്ച് വിജയിച്ചത്. തൊട്ടടുത്ത വാർഡുകളിൽ ഭാര്യയും ഭർത്താവും ജനപ്രതിനിധികളായതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. കീഴാറ്റൂർ പഞ്ചായത്തിലെ ഒരു ഷാഫി പറമ്പിലാണ് റാഫി പറമ്പൂര്. അതിവിടെ തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് ഈ കീഴാറ്റൂർ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും പറയാനുള്ളത്. ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 ജനപ്രതിനിധികൾ, അതും ഒരേ പാർട്ടിക്ക് വേണ്ടി ഒരേ ഗ്രാമപഞ്ചായത്തിൽ. ഭർത്താവും ഭാര്യയും ഇനി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് ഭർത്താവ് മുഹമ്മദ് റാഫി. ഭാര്യ ജസീനയാകട്ടെ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും. മുഹമ്മദ് റാഫി 2005-ൽ പറമ്പൂർ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുണ്ട്. 2015-ൽ ഇതേ വാർഡിൽ നിന്ന് വിജയിച്ച് സ്ഥിരം സമിതി അധ്യക്ഷനുമായി. ഭാര്യ ജസീന 2020-ൽ പറമ്പൂർ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഇത്തവണ പറമ്പൂർ വാർഡ് വീണ്ടും ജനറലായതോടെ മുഹമ്മദ് റാഫി സ്ഥാനാർത്ഥിയായി. പുതിയ വാർഡ് 19-ാം മൈൽ വനിതാ വാർഡും LDFന് മേൽക്കോയ്മയുള്ളതുമായി. ഇവിടെ ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ UDFനുള്ളിൽ ആശയക്കുഴപ്പമുണ്ടായതോടെ ജസീന റാഫിയുടെ പേര് ഉയർന്നു. അങ്ങനെ പറമ്പൂർ വാർഡിൽ മുഹമ്മദ് റാഫി മത്സരിച്ച് വാർഡ് നിലനിർത്തുകയും പുതിയ വാർഡിൽ ജസീന റാഫി ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. പഞ്ചായത്തിൽ UDF നേടിയ ഉജ്ജ്വല വിജയം ഇവരുടെ കൂടി വിജയമായി. അവിടുത്തെ UDFന്റെ പ്രവർത്തകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. വളരെ ചിട്ടയായ പ്രവർത്തനം. ഇത്രയും ദിവസം സൈനാക്ക, വാപ്പിട്ടിയാക്ക ഉൾപ്പെടെ ഫാറൂഖ്, അതുപോലെ ഷിഹാബ്, മുത്തു, പിന്നെ നാണിയാക്ക, അങ്ങനെ ഒരുപാട് ആളുകളുടെ, ജലീൽ ഉൾപ്പെടെയുള്ള നമ്മുടെ UDFന്റെ പ്രവർത്തകർ, ബാബു, ഷംസീർ ബാബു, ഷിബു, അതേപോലെ പറമ്പൂർ കുളത്തുള്ള പ്രവർത്തകർ, എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും നല്ലൊരു വിജയം നമുക്ക് അവിടെ ഉണ്ടായത്. ഏതായാലും നമ്മളീ പറമ്പൂർ വാർഡിൽ നമ്മൾ ഏതാണ്ട് 20 വർഷമായിട്ട് UDFന്റെ ഒരുക്ക് കോട്ടയാണ്. ഇതേപോലെ നല്ല പ്രവർത്തനം നമ്മളുടെ രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതവും നോക്കാതെ തന്നെ മെമ്പറായ സ്ഥിതിക്ക് നിയുക്ത മെമ്പറായിപ്പോൾ മെമ്പർമാരുടെ പ്രവർത്തനം എന്നാൽ അതൊന്നും നോക്കാതെ എല്ലാവർക്കും അർഹരിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അത് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2 വാർഡിൽ മത്സരിക്കുന്നതുകൊണ്ട് പഞ്ചായത്തിലെ മൊത്തത്തിൽ നമ്മൾ നോക്കാൻ ഇതുവരെ സാധിച്ചില്ല. അത് UDFന്റെ ചെയർമാൻ കൺവീനറുമാണ് ഇതിൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. നമുക്ക് ഈ വാർഡിലും 2 ആൾ മത്സരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ വാർഡിൽ ഒതുങ്ങിയിട്ടുള്ളൊരു പ്രവർത്തനം മാത്രം കാഴ്ചവെക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഏതായാലും UDFന്റെ പ്രവർത്തകരും ചെയർമാൻ കൺവീനറും നല്ല രീതിയിൽ നിർവഹിച്ചു. 2020-ൽ ഞാൻ പറമ്പൂർ വാർഡിലെ മെമ്പറായിരുന്നു. അപ്പോൾ പുതിയ വാർഡിലാണ് മത്സരിക്കുന്നത്. 19-ാം മൈൽ എന്നുള്ള വാർഡിലാണ് മത്സരിക്കുന്നത് ഞാൻ. അത് വിജയിച്ചു വന്നു. അത് അതിയായ സന്തോഷം. കാരണം ഒരു പുതിയൊരു വാർഡിൽ നിന്ന് നമ്മൾ എങ്ങനെ വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു വിജയിക്കുന്നില്ലത്. പിന്നെ അതിയായ സന്തോഷമുണ്ട്. ഇത് പൊതുവെ ആളുകൾ പറഞ്ഞിരുന്നത് ഒരു ഇടതുപക്ഷ വാർഡാണെന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു വാർഡിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പിന്നെ കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇല്ല, പാർട്ടിക്ക് അത്രയും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മളിൽ. കിട്ടുന്നില്ലൊരു ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നിർത്തുന്നത്. അല്ലത് തന്നെ വിജയത്തിൽ സന്തോഷം. ഇരുവരും നാടിനും നാട്ടുകാർക്കും ഏറെ സ്വീകാര്യരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രവർത്തകരും ഉണ്ടായിരുന്നു, എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഞങ്ങളെ വിജയം. ആ ടീം ഞങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ഈ വാർഡിക്ക് വിജയത്തിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഈ പറമ്പൂർ വാർഡിൽ നിന്ന് പോയ ജസീനാൻ്റെ വാർഡിൽ നിന്ന് പോയ ഒരുപാട് വോട്ടുകളുണ്ട്. അവർക്കറിയാം ജസീന എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത്. പിന്നെ ഒരു ഭാഗം എന്ന് പറയുന്നത് കണ്യാലയുടെ ഭാഗമാണ്. അത് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്കും വികസനം എത്തിയിട്ടില്ല. ആ ഒരു വികസനം എത്താത്തതിൻ്റെ പേരിൽ അത് ഞങ്ങൾ അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. അതിന് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ, MSFൻ്റെ, യൂത്ത് ലീഗിൻ്റെ എല്ലാവരും രാഷ്ട്രീയം സംഘടനയൊക്കെ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഈ വിജയം കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 736 വോട്ടിന് ജയിപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഈ വാർഡിൽ നിന്ന് പോയ ആൾക്കാരാണ് അപ്പുറമുള്ള വാർഡിൽ. അതുകൊണ്ട് സൂപ്പറായിട്ട് ജയിക്കുന്നുള്ള ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ജയിപ്പിച്ചു വിടുകയും ചെയ്തു. വിജയിച്ച ദമ്പതികൾക്ക് മികച്ച സ്വീകരണമാണ് നാട്ടുകാരും UDF പ്രവർത്തകരും ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.